Hi all, myself Lakshmi KS, consultant speech language pathologist at Illam Child Development Center, Tannirmukkam. നമുക്കറിയാം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ചയിൽ പല പല ഘട്ടങ്ങളുണ്ട്. ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് മോട്ടോർ മൈൽ സ്റ്റോൺസും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസും. മോട്ടോർ മൈൽ സ്റ്റോൺസിൽ ഹെഡ് കൺട്രോള്, ക്രോളിംഗ്, സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്, വാക്കിംഗ് എന്നിങ്ങനെയാണ്. ആദ്യത്തെ ഒരു 2 മാസം മുതൽ 4 മാസം വരെയുള്ള സമയത്താണ് ഹെഡ് കൺട്രോൾ സാധ്യമാകുന്നത്. ശേഷം 5 മാസം തൊട്ട് 7 മാസം വരെയുള്ള സമയങ്ങളിൽ ക്രോളിങ്, പിന്നെ സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്, വാക്കിംഗ് എന്നിങ്ങനെയാണ് പോകുന്നത്. പാരലലി തന്നെ സംഭവിക്കുന്നതാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ്. ആദ്യത്തെ ഒരു 5 മാസം തൊട്ട് 8 മാസം വരെയുള്ള സമയങ്ങളിൽ ബാബ്ലിംഗ് സ്റ്റേജ്, അതായത് ചെറിയ ചെറിയ ശബ്ദങ്ങൾ കുട്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, ലൈക്ക് പാബ സൗണ്ട്സൊക്കെ. ശേഷം ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും കുട്ടി ഫസ്റ്റ് വേർഡ്, മോസ്റ്റ്ലി കുഞ്ഞുങ്ങൾ അമ്മയെന്നായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ. എന്തായാലും ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് ഇയറിലാണ് വരുന്നത്. അതിനുശേഷം 2 വയസ്സാകുമ്പോൾ കുട്ടി വേർഡ്സ് കമ്പൈൻ ചെയ്ത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് കുട്ടിയുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയാൻ തുടങ്ങുന്നു. പിന്നീട് സെൻറ്റൻസ് ലെവലിലേക്ക്, ഫ്രേസ് ലെവലിലേക്ക് എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ എന്താണ് ഈ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ഏതെങ്കിലും ഏരിയയിൽ ഒരു ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെന്ന് കൺസൾട്ട് ചെയ്യും, അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ഏർലി ഡെവലപ്മെൻ്റൽ പീരീഡ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. ആ സമയത്താണ് നമുക്ക് തെറപ്പീസൊക്കെ ചെയ്താണെങ്കിലും ചേഞ്ചസ് പോസിബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു അംഗനവാടി ടീച്ചറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറുടെ അടുത്തോ കുട്ടി എത്തുന്നത് ഒരു 3-4 വയസ്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും. അതിന് മുമ്പ് എന്തായാലും പേരൻസിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു പേരൻറ്റിനായിരിക്കും ആദ്യം ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്നും ഏതൊക്കെ ഏജിലാണ് ഇത് സാധ്യമായി പോകേണ്ടതും എന്ന് ഒരു പേരൻറ്റ് അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓവർ സ്ക്രീൻ ടൈമിൻ്റെ എഫക്റ്റ് കൊണ്ട് കുഞ്ഞുങ്ങളിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ആകുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആ കുട്ടിയുടെ ഒരു നോർമൽ ഏജ് വരെ ആ കുട്ടി നോർമലായിരിക്കും. ഒരു 2-3 വയസ്സ് വരെയൊക്കെ കുട്ടി നോർമലി ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്ത് നോർമൽ സംസാരിക്കുന്നുണ്ടാവും, പേര് വിളിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഓവർ സ്ക്രീൻ ടൈം മൂലം കുട്ടി അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് പോകുന്നു. റിഗ്രഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ ടൈമിൻ്റെ എഫക്റ്റ് ഈ രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ കുട്ടികളിലുള്ള ഓവർ സ്ക്രീൻ ടൈമിൻ്റെ എഫക്റ്റ് കുറയ്ക്കുകയും വേണം. ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ തെറപ്പിസ്റ്റിനൊക്കെ നിങ്ങളെ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. എന്താണ് കുട്ടിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്നും ഏത് രീതിയിലൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്.